എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുല്ലക്കാനത്താണുള്ളത്, ഇടുക്കി ജില്ലയിലെ രാജക്കാടിനടുത്ത്. നമസ്കാരം ഷാജി സാറേ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ മഴയൊക്കെയാണ്, സീസണാണ്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കായ എടുത്തു, സെക്കൻഡ് റൗണ്ട് കായലേക്ക് എടുപ്പിന് പോകുന്നു. അപ്പോൾ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ഗ്രോത്ത് ഹോർമോണുകൾ പ്രൊമോട്ടർക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ ശരിയായ രീതികൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് കായെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ അടുത്ത ഉൽപാദനം കൂടി വർദ്ധിപ്പിച്ച് അതേ നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മളത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയണം. ഞാനതെല്ലാ എപ്പിസോഡിലും അങ്ങനെ പറയാറുള്ളതാണ്. ഒന്ന്, ഈ മണ്ണ് ശുദ്ധി ചെയ്തതായിരിക്കണം. രണ്ട്, ഫംഗസ് വിമുക്തമായിരിക്കണം ചെടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രോത്ത് പ്രൊമോട്ടർ അടിച്ചാലും ആരോഗ്യപരമായ ഒരു ശരീരഭാഗമുള്ളൊരു ചെടിക്ക് മാത്രമേ ശരിക്കും പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കോഴി ഫാമിൽ ഒക്കെ കൊടുക്കുന്ന പോലെ ഗ്രോത്ത് പ്രൊമോട്ടർ ഇതിന് പറ്റത്തില്ല. ബ്രോയിലർ കോഴിക്ക് പറ്റില്ല. അപ്പം നമ്മുടെ മണ്ണ് ശുദ്ധിയായിരിക്കണം, ചെടി രോഗവിമുക്തമായിരിക്കണം, കീടവിമുക്തമായിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഓൾറെഡി ഓരോ എപ്പിസോഡുകളിലും നമ്മൾ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് കേട്ടതിന് ശേഷം അപ്പം അത് പിന്നെ സംഭവിച്ചു. ഏത് കീടവിമുക്തവും രോഗമുക്തവും ആക്കിയ ചെടിയിലേക്ക് നമുക്ക് ഗ്രോത്ത് പ്രൊമോട്ടർ കൊടുക്കാം. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് പ്രേക്ഷകർ കാണുക, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ചെയ്യാം ഗ്രോത്ത് പ്രൊമോട്ടർ. അപ്പം നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കായ എടുത്ത് കഴിഞ്ഞിട്ട് മരുന്നടി ചെയ്യാറുണ്ട്. കായ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഫംഗിസൈഡൊക്കെ കൊടുത്തില്ലെങ്കിൽ ആ കൂടെ കൊടുത്തോണം. അത് കഴിഞ്ഞിട്ട് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ചെടിയിലേക്ക് കൂടുതൽ ഹണി ബീസിനെ ആകർഷിക്കാനും കായ്ക്ക് തൂക്കം ഉണ്ടാകാൻ, അരി ഉണ്ടാകാൻ, മൂലകങ്ങളുടെ കുറവ്, ഇതെല്ലാം കൂടെ നമ്മൾ പരിഹരിക്കാൻ പാകത്തിനാണ് നമ്മൾ ഈ ഗ്രോത്ത് പ്രൊമോട്ടർ കൊടുക്കുന്നത്. ഞാനൊരു കൂട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മഴയുള്ള സമയത്താണെങ്കിൽ 0,52-34 1 കിലോ കൊടുക്കും. അതല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ 0,050 1 കിലോ. 200 ലിറ്ററില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. രണ്ടാമത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണിക്ക് നമ്മളൊരു 200 മില്ലി കൊടുക്കും, നല്ലൊരു ടോണിക്ക്. അത് ഈ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ കായയുടെ സെറ്റിങ്ങിന്, അരിയുടെ സെറ്റിങ്ങിന്, പൂവിൻ്റെ വിരിയിച്ചയ്ക്ക്, തേനീച്ചകളെ ആകർഷിക്കാനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ. വളങ്ങൾ കൊടുക്കുന്ന പറഞ്ഞാൽ അത് ഫോസ്ഫറസ്, പൊട്ടാഷല്ലേ ഉദ്ദേശിക്കുന്നത്? ഫോസ്ഫറസ്, പൊട്ടാഷ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷിൽ നമ്മൾ ഫോസ്ഫറസ് പൊട്ടാഷും കൂടെ കൂടി 0,52-34 വന്നിട്ടുണ്ട്. നൈട്രജൻ നമ്മൾ ഒഴിവാക്കി ഈ മഴയായതുകൊണ്ട്. പിന്നെ പോയിട്ട് ടോണിക്ക് താടി. പിന്നെ പോയിട്ട് പറഞ്ഞാൽ മൈക്രോ ഫുഡ് കൊടുക്കണം. മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ ബാലൻസിങ്ങിന് വളരെ സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള മൈക്രോ ഫുഡുകൾ അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ ബാലൻസ് കിട്ടത്തില്ല. കായയുടെ വളർച്ച, ചെടിയുടെ പിന്നെ ചിമ്മിൻ്റെ ദൃഢതയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മൈക്രോ ഫുഡ് ഫോളിയാർ, സോയിൽ ആപ്ലിക്കേഷൻ അല്ല, ഫോളിയർ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് 200 ലിറ്ററിന് 400 മില്ലി കൊടുക്കണം. 400 ഗ്രാം പൊടിയായിരിക്കും നല്ലത്. ലിക്വിഡും ഉണ്ട്. ലിക്വിഡ് ആണെങ്കിൽ അത് കമ്പനി പറയുന്ന പോലെ നല്ല കമ്പനിയുടെ സാധനമായിരിക്കണം. പിന്നെ പോയിട്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും തന്നെ ഈ ചെടിക്ക് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. ചെടിക്ക് വേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഭാഗമാണ് ബോറോണും സിങ്കും. ബോറോൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെടിയിൽ കുറവാണെങ്കിൽ കാ സെറ്റിംഗ് ആകുകയില്ല. അപ്പം കായക്ക് വികലാംഗത ഉണ്ടാവും. ഞാൻ ഇന്നാളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാഷ്യമ്പൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങി ഇങ്ങനെ നിൽക്കും. അത് ബോറോണിൻ്റെ കുറവാണ്. മറ്റേ മുമ്പൊരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്. അരി സെറ്റിങ്ങിൻ്റെ കുറവാണ്. ബോറോൺ ഒരു പ്രധാന ഘടകമാണ്. സിങ്ക് ചിമ്പിൻ്റെ പച്ചപ്പ്, ഹരിതകം നിലനിർത്തുക, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുക. അത് സിങ്ക് പ്രധാനമായൊരു ഘടകമാണ്. അപ്പം സിങ്ക് നാഗം അല്ലേ? അപ്പം അത് പ്രധാന ഘടകമാണ്. അപ്പോൾ അത് 200 ലിറ്ററിൽ 200 ഗ്രാം വെച്ച് സിങ്ക് കൊടുക്കുക, ബോറോണും കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ അളവാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ പോയിട്ട് അതിൻ്റെ കൂടെ സിലിക്ക എന്ന് പറയുന്നത് ചെടിക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ ആഗീരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യിക്കാൻ 200 ലിറ്ററിൽ 1/2 കിലോ സിലിക്ക കൊടുക്കാം. മണ്ണിലാണെങ്കിലും അത് ഇച്ചിരി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ ഈ സിലിക്ക കൊണ്ടെന്ന് പറഞ്ഞാൽ ചെടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്ക് കൊടുക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറോ ജെൽ എന്നൊക്കെ പറഞ്ഞ ജെല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ജൈവ മൂല്യങ്ങൾ കൂടുതലായിട്ട് ഇലയിലും മണ്ണിലും. ഈ ഇലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിലും ജൈവമൂല്യങ്ങൾ വേണം ഈ പ്രകാശ സംശ്ലേഷണത്തിന്. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ജെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്തരം സാധനങ്ങൾ, കുമിക്കിൻ്റെ പൗഡർ 200 ലിറ്ററിൽ 200 ഗ്രാം ചേർക്കാം. വേര് പൊട്ടാനായിട്ട്. വേര് പൊട്ടിക്കോളും. പിന്നെ ഹരിതത്തിന്
കൂടുതൽ പ്രചോദനം ഉണ്ടായിക്കോളും. ഇപ്പം ഈ സാറ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ മൈക്രോ ഫുഡിൻ്റെ അകത്ത് തന്നെ ഈ ബോറോണും സിങ്കും അടങ്ങിയിട്ടുണ്ടല്ലോ. മൈക്രോ ഫുഡ് എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മൈക്രോ ഫുഡിനകത്തുള്ളത് ഞാൻ വളരെ നോർമലായിരിക്കും, അത് കുറവായിരിക്കും. ശകലം അഡീഷണൽ അടിച്ചു കൊടുക്കണം. ഇത് മാത്രം മതി, സിങ്കും ബോറോണിൻ്റെ ശകലം കൂടുതൽ കൊടുക്കണം. അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പം കായം എടുത്ത് കഴിഞ്ഞിട്ട് ചില കർഷകർ പറയും, എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞുകൊണ്ട് വരും, എൻ്റെ കായ എടുത്തു മൊത്തം തീർന്നു വിട്ടോ പ്രാവശ്യം നിന്നു എന്ന് പറയും. കായ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കുറവ് ഏലത്തെ വരും. പക്ഷേ അത്രയും കായം കൂടെ ഉണ്ടായി വരും നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അത് മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മൂലകങ്ങളാണ് ഈ പറഞ്ഞത്. ബോറോണും സിങ്കും പ്രധാന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കായ എടുത്തിട്ട് നമ്മൾ ഇതങ്ങ് അടിച്ചു കൊടുത്തേ, ഹരിതകത്തിൽ നിന്ന് ആരോഗ്യപൂർണ്ണമായൊരു ചെടിയായിരിക്കണം, രോഗവിമുക്തമായിരിക്കണം, കീടവിമുക്തമായിരിക്കണം ചെടി. അതെപ്പോഴും കണ്ടോണം. അല്ലാതെ ഓടിക്കൊണ്ടുപോയിട്ട് ഇതെല്ലാം കൂടി അടിച്ച് കായ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ എടുത്ത കർഷകർ വരല്. ചെടി ആരോഗ്യപരമായിരിക്കണം, രോഗവിമുക്തമായിരിക്കണം, കീടവിമുക്തമായിരിക്കണം. അതിനുശേഷം മണ്ണ് ക്ലീൻ ആയിരിക്കണം. അതിനുശേഷം ഇതങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി എപ്പോഴും ആരോഗ്യമായിട്ട് നിൽക്കുമല്ലേ, നല്ല വിശപ്പുള്ള സമയമല്ലേ, അത്രയും കാ തന്നെ എടുക്കാൻ പറ്റും. അതങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ഈ കായ് എക്സ്ട്രാ വലിപ്പം വയ്ക്കാനായിട്ട് നമ്മൾ പല ടോണിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എഗ്ഗമിനോ ഒക്കെ. അതൊക്കെ എത്രമാത്രം പ്രായോഗികമാണ്? അതൊക്കെ പ്രായോഗികം തന്നെ. അത് ഏത് അടിച്ചു കൊടുത്താലും അതിന് കായ്ക്ക് മുഴുപ്പുണ്ടാകും. ജിബർലിക് ആസിഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിബർലിക് ആസിഡ് ചേർന്ന ടോണിക്കുണ്ട്, അതടിച്ചാൽ കായ്ക്ക് മുഴുപ്പ് കൂടുതൽ കിട്ടും. അതൊരു വള്ളിക്ക് നീളം വെക്കാനോ? വള്ളിക്ക് നീളം വെക്കും. ഈ പറഞ്ഞ സാധനങ്ങളിലെല്ലാം വള്ളിക്ക് നീളം വെക്കാനും കായ്ക്ക് മുഴുപ്പ് കിട്ടാനും പിന്നെ തൊണ്ടിന് ഇച്ചിരി കട്ടി കൂടും. ജിബർലിക് ആസിഡ് കൊടുത്താലും കൂടും. പിന്നെ ഈ പൊട്ടാഷൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തൊണ്ടിന് ഇച്ചിരി കട്ടി കൂടും. അന്നേരം കായ്ക്ക് നല്ല ഭംഗിയും പച്ചപ്പും കൂടുതലുണ്ടാവും. പക്ഷെ അന്നേരം അരിക്ക് സെറ്റ് ആവാൻ എന്താ, അത് ബോറോൺ ഉണ്ടെങ്കിൽ അരിക്ക് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ മൂലകങ്ങളും മണ്ണിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. ഒന്നും പേടിക്കാൻ, എല്ലാം വേണം. എല്ലാ മൂലകങ്ങളും നമുക്ക് കൊടുക്കണം, അല്ലെ ഇൻബാലൻസിങ് വരും. ഓക്കെ. ഇപ്പോൾ ഈ ശാസ്ത്രീയത നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഒരു കർഷകൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാറ് പറയുന്നത്. അല്ല, ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കെമിക്കൽ നെയിം പറഞ്ഞ ആൾക്കാരെ ചുറ്റിച്ചിട്ട് കാര്യമില്ല. ഇവരോട് ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ അതിനകത്ത് പറയുമ്പം എന്നാൽ ഇച്ചിരി ശാസ്ത്രമില്ലാതെ മനുഷ്യന് ഓടാൻ പറ്റിയല്ലോ പറയാം. അത് ഭൂമിയുടെ കറക്കം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. കാലാവസ്ഥയുടെ മാറിയുള്ള വരവ്, പ്രളയം വരുന്നത്, ഇങ്ങനെയൊക്കെ ഓരോ ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രായോഗിക അറിവുകൾ അതിനും അപ്പുറം ആവശ്യമാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇങ്ങനെയാണ് ഒരു കായയുടെ പ്രൊഡക്ഷൻ എടുക്കുന്നത്. അത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാന്നേ. ഓക്കെ. അപ്പോൾ ഇത്രയധികം സാറ് ന്യൂട്രിയൻസ് ബാലൻസ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഫോളിയർ രീതിയിലൊക്കെ. ഇപ്പം നമ്മുടേതായ മറ്റ് എന്തെങ്കിലും ചെയ്തികൾ കൊണ്ട് ഈ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ചെടി അബ്സോർബ് ചെയ്യാൻ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ നേരിടുമോ? നമ്മുടേതായ ഒരു തെറ്റായ രീതികൾ ഏതൊക്കെയായിരിക്കും? ഹരിതകത്തിൽ നിന്ന് അബ്സർവ് ചെയ്യുന്നതാണ്. നമ്മുടെ തെറ്റായ രീതികളൊന്നും അങ്ങനെ വരുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ അടുത്ത് വരുന്നവരുടെ എല്ലാ കർഷകരോടും ഞാൻ പറഞ്ഞു വിടുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ പറയുന്നത് ഈ കീടനാശിനിയുടെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബോറോണോ സിങ്കോ 05234 ഇത് ഏത് സാധനമല്ല, ഇനി സ്വർണ്ണം നേരിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഏക്കില്ല. ഇല്ല, ഡോസേജ് കൂടിപ്പോയി കഴിഞ്ഞാൽ കരിച്ചിലുണ്ടാവും. കരിച്ചിലുണ്ടായിട്ട് ഈ ഏലത്തിൻ്റെ ശിഖരങ്ങൾ, ഇല, ഏത് വിളകളുടെ ആണെങ്കിലും പോള കരിച്ചിലുണ്ടാവും. ഈ ഇതില്ലേ വള്ളിക്കായ ചൊറിയുണ്ടാവും. പിന്നെ പോയിട്ട് ഈ വള്ളിയിൽ ചൂടുവിന് വന്ന പോലെ കറുത്ത പാടുണ്ടാവും. നമ്മൾ എന്നാ ഗ്രോത്ത് അടിച്ചു കൊടുത്താലും, ഗ്രോത്ത് പ്രൊമോട്ടർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും, കീടനാശിനി ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ, പൊള്ളലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്രാവശ്യം സീസൺ മോശമാണ്, കായ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർഷകർ നടക്കും. പക്ഷേ പൊഴിഞ്ഞു പോയാൽ നിലത്ത് കാണുന്നുമില്ല എന്നുള്ള സ്ഥിതി വരും. അതുകൊണ്ട് നിർദ്ദിഷ്ട കീടനാശിനിയെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞു ഒരു സ്പെഷ്യൽ ടോപ്പിക് ചെയ്തായിരുന്നു. ആ ഡോസിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അനുഭവം കൊണ്ട് പറയുവാണ്, കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്നാ പ്രൊമോട്ടർ അടിച്ചു കൊടുത്താലും ഒരു ഗുണവും. ഈ ഡോസേജ് കൂടുന്നതുകൊണ്ടായിരിക്കുമോ ഈ ചെടികളുടെ ഒക്കെ വള്ളി അധികം നീളാതെ വരുന്നത്? അതെ, സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് കരിഞ്ഞു പോകും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കുറേ ഒരു 15 ദിവസം കഴിയുമ്പം പിന്നെയും പ്രൊഡക്ഷൻ തുടങ്ങും ചെടിക്ക്. അതായത് നമ്മൾ ഏതൊരു സസ്യമാണെങ്കിലും അതിൻ്റെ ഉൽപ്പാദനക്ഷമതയും അതിൻ്റെ പ്രജനനവും തടയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇരട്ടി ആവേശത്തോടു കൂടി അത് കായ്ക്കാൻ തുടങ്ങും. മാവ് എന്ന് പറയുന്ന സാധനം 2 കമ്പുണ്ടെങ്കിൽ ഒരു കമ്പ് തൊലി ചെത്തിയിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്പിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാകും. കാരണം അടുത്ത തലമുറയ്ക്കും മാവ് മാങ്ങാണ്ടി വെച്ചിട്ട് അവർക്ക് ഈ മാവ് ഇനി ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കീടനാശിനി കൊടുത്ത് ഇച്ചിരി പൊള്ളൽ വന്നു കഴിഞ്ഞാൽ പോലും 15 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ പൂണ്ടാവും. പക്ഷേ ആ 15 ദിവസത്തേക്കുള്ള പ്രൊഡക്ഷന് നിന്ന് പോകും. അതുകൊണ്ട് ഗ്രോത്ത് പ്രൊമോട്ടർ അടിച്ച്
ഉപയോഗിക്കുന്നതിലുപരിയായിട്ട് കീടനാശിനിയുടെ ഡോസ് വളരെ കുറച്ച് ഉപയോഗിക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ തട്ട നട്ടിരിക്കുന്ന കൃഷിക്കാരുണ്ട് പുതുതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചിമ്പ് കൂടുതലായിട്ട് വർദ്ധിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒരു കൂട്ട് പറഞ്ഞുതരാം. ഒരു കൂട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുമ്മായം, ഫംഗിസൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാൽസ്യം നൈട്രേറ്റ് 200 ലിറ്ററിന് 1 കിലോ, ഇച്ചിരി മഴ മാറിയിട്ട് 10 കൂട്ടം പിണ്ണാക്ക് 200 ലിറ്ററിന് 2 കിലോ, മൈക്രോഫുഡ് സോയിൽ ആപ്ലിക്കേഷൻ 200 ലിറ്ററിന് 1 കിലോ, കുമിക്കാസിഡ് 200 ലിറ്ററിന് 200 ഗ്രാം, ഇഡിയൂറോ ജെല്ല് 200 ലിറ്ററിന് 1 കിലോ, ഇങ്ങനെ ചേർത്തിട്ട് ഇപ്പോൾ വെച്ചാണെങ്കിൽ 2 ലിറ്റർ വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ. ഇതെല്ലാം കൂടെ ചേർത്തൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് സിലിക്ക 200 ലിറ്ററിന് 1/2 കിലോ, ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ പിന്നെ ശരിക്കും മിക്സ് ചെയ്തിട്ട് 2 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്തു. ചിമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, അത് പരിപാലിക്കുന്നതിനും കൃത്യനിഷ്ഠ കൃത്യമായ ഒരു കൃത്യനിഷ്ഠ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം തന്നെ പ്രൊഡക്ഷൻ ആരംഭിക്കും. ശരിക്കും 2-ാം വർഷം കായല്ലേ എന്ന് പറഞ്ഞാൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ കായ, അതായത് ഈ ജൂണിൽ വെച്ചാൽ അടുത്ത ജൂണിൽ കായ എടുക്കാം. ഓക്കെ. അതിനകത്തൊന്നും ഒന്നും നോക്കാനൊന്നുമില്ല. അതുപോലെ ശരം ചെത്തുന്നൊരു പരിപാടിയുണ്ട് ആൾക്കാർക്ക്. ഒരു കാരണവശാലും ചെത്താൻ പാടില്ല. അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എടുക്കാം. അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എടുക്കണം. നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഭാഗം ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പഴുക്കുക ചെയ്യുന്നത്. ഒരു കാരണവശാലും ചെത്താൻ പാടില്ല. അതൊക്കെ ചുമ്മാ വളരെ അശാസ്ത്രീയമായ നടപടികളാണ്. അങ്ങനെ ചെത്തിക്കഴിയുമ്പോൾ ഒരു ജീവനുള്ളൊരു ശകലത്തെ ഒരു സാധനം ചെത്തുമ്പം അവിടുന്ന് നീരുണ്ടാവും. ആ നീരുണ്ടായിട്ട് അവിടെ പഴുപ്പുണ്ടാവും. അതിലൂടെ രോഗം കയറിപ്പിക്കും. അന്തരീക്ഷത്തിലുണ്ട് ഈ കുമിളൊക്കെ ഇതിനകത്തോട്ട് കയറും. ഇതാണ്. ഒരുപാട് നന്ദി സാറേ. ഇത്രയും ബേസിക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. എല്ലാ കർഷകരോടും പറഞ്ഞു. അതെ, നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനും പഠിക്കുന്നതിനോടൊപ്പം കാണുന്നവർക്ക് ഉപകാരപ്പെട്ടതാണ് ഈ രീതിയിലാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ശരിക്കും പഠിച്ച് അത് എഴുതി വെച്ച് അതെ നോട്ട് ചെയ്യണം. അല്ലാതെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ, എല്ലാ വീഡിയോ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവരെയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അവരെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ശാസ്ത്രമെല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അത് എങ്ങനെ അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്, അവർക്ക് റിസൾട്ട് കിട്ടിയതാണ് പുറത്തേക്ക് പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പം കോൺടാക്ട് നമ്പർ ഞാൻ എല്ലാവരുടെയും വയ്ക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് തൊട്ട് താഴെ എഴുതുന്നു തുടക്കത്തിൽ തന്നെ, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും അവരെ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞു തരും. ഈ പിന്നെ ഒരു ആളുടെ ഒരു എക്സ്പീരിയൻസ് 1 വർഷത്തെ ഏലത്തിൻ്റെ ഒക്കെ എടുത്തിട്ട് എനിക്ക് ഇന്നത് കിട്ടിയെന്നും പറഞ്ഞ് പറയുന്നവരുണ്ടല്ലോ, അവരെ നമുക്ക് ബഹുമാനക്കുറവല്ല, ആ ഏലത്തിൻ്റെ ലൈഫും കൂടെ നോക്കണം. അന്നേരം നമ്മളും പഠിക്കാൻ തയ്യാറാണ്. ആ ലൈഫേ നമുക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് നന്ദി.